ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിനായി 1 കിലോ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സ് ഹാഫ് ടു 1 hour വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നോ അത്രയും തന്നെ നല്ലതായിരിക്കും. എന്നിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണ ഒരേ അളവിൽ ചേർത്ത് ഉള്ളി നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഉപ്പിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഉള്ളി നന്നായി വഴണ്ടി വന്ന ശേഷം ആ പാനിലേക്ക് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതിയായിരിക്കും. ആദ്യത്തെ സെറ്റ് എൻ്റെ കഴിഞ്ഞിരിക്കുന്നു. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി രണ്ടാമതും അങ്ങനെ 1 by 1 ആയി ഇട്ട് കൊടുത്തു. അതേസമയം തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. റൈസ് വേവിക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ 1 ഗ്ലാസ് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് എന്ന നിലയിൽ വെള്ളം ഒഴിക്കേണ്ടി വരും. ഞാനിവിടെ 1/2 kg അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് വെള്ളം വെച്ച ശേഷം അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ കുറച്ച് സാധാരണ ഉള്ളി, ഉപ്പ് എന്നിവ ഇട്ട് അത് തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് മല്ലിയില, ഒരു ചെറിയ നാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ തിളച്ച് വരുന്ന ആ സമയത്തേക്കും നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഒന്ന് തിളച്ച ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 3/4 വേവായ ശേഷം അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണയുടെ ബാക്കിയും പിന്നെ ആവശ്യത്തിന് എണ്ണയും ഒഴിച്ച് ഉള്ളി നന്നായിട്ട് ഫ്രൈ എടുക്കുന്നുണ്ട്. ഉള്ളി, ഒരു 2 പച്ചമുളക് എന്നിവ ഫ്രൈ ചെയ്തെടുത്തിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് അതൊന്ന് വെന്ത ശേഷം അതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ദമ്മിടാനാണ് പോകുന്നത്. അതിലേക്ക് മല്ലിയില, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ, പിന്നെ റൈസ് എന്നിവ ചേർത്ത് നന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പിന്നെയും മല്ലിയിലയും ഫ്രൈ ചെയ്ത ഉള്ളി, കുറച്ച് ഗരം മസാല പൗഡർ എന്നിവ ചേർത്തിട്ട് നമ്മൾ ദം ഇടാനാണ് പോകുന്നത്. ഒരു ലെയർ കഴിഞ്ഞു, നെക്സ്റ്റ് ലെയറും കൂടി വെക്കുകയാണ്.
സെയിം പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് റൈസ് വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് മല്ലിയില, ഫ്രൈഡ് ഓണിയൻ, ഗരം മസാല, അത് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് എന്തെങ്കിലും ഒരു വെയിറ്റ് മുകളിൽ വെച്ച് കൊടുക്കാനാണ് പോണത്. ഒരു 20 മിനിറ്റ്സ് ചെറു തീയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു സാലഡ് ഉണ്ടാക്കാം. ഓനിയൻ, തൈര്, മല്ലിയില, ജസ്റ്റ് അത്ര മാത്രമേ ഉള്ളൂ. അത് മാത്രം മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ബിരിയാണി ദം ഇട്ടത് ഒരു 20 മിനിറ്റ്സ് വെച്ച ശേഷം ഇവിടെ റെഡി ആയിട്ടുണ്ട്.